ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരു വിഷയമായിട്ടാണ്. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസവും അവിശ്വാസവും എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴും നമ്മൾ ചുരുക്കിയുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 6 മിനിറ്റിനകത്ത് നിൽക്കത്തക്ക രീതിയിലുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്കെടുക്കും. അതുകൊണ്ട് ഞാൻ അതിപ്പം ചെയ്യുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ സുഹൃത്തുക്കളെ, എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസം. അതല്ല നമ്മൾ വിശ്വസിക്കാതെ മറ്റുള്ളവർ സംശയ ദൃഷ്ടിയോടുകൂടി തന്നെ വീക്ഷിച്ചു കഴിഞ്ഞാൽ അതെല്ലാം സംശയമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളിൽ തന്നെ വിശ്വസിച്ചാൽ മറ്റുള്ളവരും നമ്മളെ വിശ്വസിക്കും. അതല്ല, നമ്മളിൽ വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും നമ്മളെ സംശയദൃഷ്ടിയോടായിരിക്കും വീക്ഷിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ നോക്കുക. നിങ്ങൾ പരമാവധി നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് എൻ്റെ റിക്വസ്റ്റ്. അതുപോലെ തന്നെ നമ്മളൊരു ടെമ്പിളിൽ പോകുന്നു, നമ്മളൊരു ചർച്ചിൽ പോകുന്നു, നമ്മളൊരു മോസ്കിൽ പോകുന്നു. നമ്മൾ എന്ത് കാര്യത്തിനാണ് അവിടെ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തോട് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും നടന്നിരിക്കും. അതല്ല, നമ്മളൊരു സംശയമായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ള ഒരു സംശയദൃഷ്ടിയോട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് കയറണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും ഇതെല്ലാം നമ്മളൊരു സംശയമായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഫെയിലായി പോത്തതേ ഉള്ളൂ. അതല്ല, നമ്മൾ എന്ത് കാര്യത്തിനും ബിസിനസ് തുടങ്ങുന്നതിന് നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, നമുക്കത് മുന്നേറാം എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ആ കാര്യങ്ങൾ സക്സസ് ആവും. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും അത് സൂക്ഷിക്കേണ്ടതുമുണ്ട്. സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് കുഴപ്പങ്ങളുണ്ടാകും. അത് നമ്മളൊരു ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്ന എല്ലാ ജ്യോത്സ്യന്മാരും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. ചില ജ്യോത്സ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയങ്ങൾ വർദ്ധിപ്പിച്ചു തരത്തേ ഉള്ളൂ. അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഉള്ളതായിരിക്കത്തില്ല. അന്നേരം നമുക്ക്, അല്ലെങ്കിൽ ഒരു വാസ്തുവിനെ വിളിച്ച് നമ്മൾ ഒരു കാര്യം നോക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പല വാസ്തുക്കാരും പറ്റിപ്പായിട്ട് നടക്കുന്നവരാണ്. ചിലരുണ്ട് നല്ല രീതിയിൽ ഇത് പഠിച്ച് അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. ഞാൻ എല്ലാത്തിനെയും തള്ളിപ്പറയുകയല്ല. എല്ലാം നമുക്ക് വേണം. നമുക്കത് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഏകദേശമൊക്കെ 90% ശരിയായി തന്നെ വരും. അതിൽ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പിഴ ഉണ്ടാകുമ്പോഴായിരിക്കും 10% തള്ളിപ്പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അത് സക്സസ് തന്നെ ആവും. അതുപോലെ തന്നെ നമ്മളൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നതും, നമ്മളൊരു കാമുകിമാരെ തിരഞ്ഞെടുക്കുന്നതും, നമ്മളൊരു ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുന്നതും എല്ലാം നമ്മൾ നല്ല രീതിയിൽ വിശ്വസിച്ച് അവർക്കുള്ള കാര്യങ്ങളിൽ ഒക്കെ ഏറെക്കൂടെ നമ്മൾ സ്റ്റഡി ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസമാണ് നമുക്ക് എല്ലാം. അത് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതും സക്സസ് ആയി പോകും. അതല്ല, നമ്മൾ സംശയദൃഷ്ടിയോട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഫെയിലായി പോത്തേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു ജീവിത പങ്കാളിയായിട്ട് നമ്മൾ ദാമ്പത്യം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ചെറിയ രീതിയിൽ ഒരു സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദാമ്പത്യം തീർച്ചയായിട്ടും പരാജയത്തിലേക്ക് തന്നെ പോകും. അത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസത്തോട് പോയി കഴിഞ്ഞാൽ ആ ദാമ്പത്യ ബന്ധവും വിജയിച്ച് തന്നെ പോകും. ഓരോരോ ഉദാഹരണങ്ങൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ ഒരുപാട് പേര് നമുക്ക്
നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ വീണ്ടും നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം പറയുന്ന സുഹൃത്തിനോടായാലും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ബന്ധുക്കാരോടായാലും പറയുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവരും നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരുന്നത്. അന്നേരം നമുക്ക് വീണ്ടും സംശയങ്ങൾ കൂടും. അതുകൊണ്ട് മാക്സിമം നമ്മളൊരു അഭിപ്രായം എടുത്ത് നമുക്കത് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാതെ നിങ്ങൾ അതിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ വിജയം തന്നെ ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയാണ് ഉൾപ്പെടുത്തുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വിഷയമായിട്ട് നാളെ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.